ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇത് നമ്മൾ സവാള, ഉള്ളി, അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന നെറ്റ് ബാഗാണ് കേട്ടോ. അപ്പോൾ ഈ നെറ്റ് ബാഗ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് നെറ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് അഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സീൽഡ് ആണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെറ്റിനെ നമുക്ക് എത്രത്തോളം, ഇതിപ്പോൾ സ്ട്രെച്ച് ആയിട്ടുള്ള നെറ്റല്ല, അതുകൊണ്ട് തന്നെ ഇതിനെ വലിച്ചൊന്ന് സ്ട്രെച്ച് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് നെറ്റ് ബാഗ് ആയതുകൊണ്ട് ഇതിന് ഇങ്ങനെ ഹോൾ പോലെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കൈ ഇട്ടതിന് ശേഷം നന്നായിട്ട് വലിച്ച് അതിനെ അങ്ങ് ഇതുപോലെ ഇപ്പോൾ ഈ കാണുന്ന വിധത്തിൽ നീട്ടിക്കൊടുക്കുക. അപ്പോൾ നമുക്കൊരു 3-4 എണ്ണം ഇതുപോലെ സ്ട്രെച്ച് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ നെറ്റുകളും കൂട്ടി ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് കൈ വെച്ചതിന് ശേഷം നമ്മൾ കയ്യിലിങ്ങനെ ചുറ്റി കൊടുക്കുക. എത്ര പ്രാവശ്യം ചുറ്റാൻ പറ്റുമോ അത്രയും പ്രാവശ്യം ചുറ്റുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഹോളില്ലാത്ത ടൈപ്പ് നെറ്റ് ബാഗ് അല്ല, സാധാരണ നെറ്റാണെങ്കിലും ഇതുപോലെ തന്നെ നീളത്തിൽ ഇങ്ങനെ കിടക്കും. അതും ഇതുപോലെ കയ്യിലങ്ങ് ചുറ്റി എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ചുറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ കയ്യിൽ നിന്ന് അതിനെ ഇങ്ങ് തിരിച്ചെടുക്കണം. കൈ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റണം കണ്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് വലിച്ചെടുക്കുമ്പോൾ കൈ ഇതിൻ്റെ ഉള്ളിൽ കിട്ടും. എന്നിട്ട് ഈ ഹോള് പോവാതെ സൂക്ഷിക്കണം. എന്നിട്ട് നമ്മൾ ഒരു നെറ്റ് നമ്മൾ ഇതുപോലെ യൂസ് ചെയ്യാതെ വെക്കണം. എന്നിട്ട് ഈ നെറ്റിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക. ഇതിപ്പോൾ നെറ്റ് ബാഗാണ്, കുറച്ചധികം ഭാഗം മുകളിലോട്ട് ഇട്ടിട്ട് കുറച്ച് ഭാഗം താഴെ നിർത്തുക. എന്നിട്ട് ആ ഇത്തിരി ഭാഗം നിർത്തിയ ആ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ തുറന്നു കൊടുക്കുക. തുറന്നിട്ട് നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെ കൈ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ചുറ്റിയ ആ ഭാഗം ഇതുണ്ടല്ലോ, അത് അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങ് വലിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഈ കാണുന്ന വിധത്തിൽ ചെയ്യാം കേട്ടോ. ഇതിനിങ്ങനെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ആ എൻഡ് ഭാഗമൊക്കെ എടുത്തിട്ട് ആ അറ്റത്തോട്ടൊക്കെ ഒന്ന് വെച്ച് കറക്റ്റാക്കി ഒന്ന് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന വിധത്തിൽ ആവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് ഇതുപോലെ ഇങ്ങനെ തിരിച്ച് ഉള്ളിലോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒന്ന് വലിച്ചൊക്കെ കൊടുത്തിട്ട് പിന്നെ നീളത്തിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്തിൻ്റെ ഉള്ളിൽ ഇതുപോലെ നമ്മൾ കൈയിട്ട് കൊടുക്കാം. കൈയിട്ടതിന് ശേഷം ആ ബണ്ണിനെ ഉള്ളിൽ പിടിച്ചിട്ട് നെറ്റിനെ അപ്പുറത്തോട്ട് തിരിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. വലിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്ത് കൊടുക്കാനാണ് വലിച്ചു കൊടുക്കുന്നത്. ഈ ഹോള് നമ്മൾ ഫിക്സ് ചെയ്യണം. എന്നിട്ട് ഈ നെറ്റ് എന്ത് ചെയ്യും, ഈ ഹോളിലൂടെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന വിധത്തിൽ കൈ ഇട്ടിട്ട് ഈ ഹോളിലൂടെ തിരിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് കടത്തി കൊടുക്കാം. കണ്ടോ, ഈ ഹോളിലൂടെ വരണം. ഇതിനെ ഇങ്ങനെ ഇപ്പോൾ ഇത് വെച്ച് അമർത്തി ഇപ്പുറത്തോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ നെറ്റ് ഇങ്ങോട്ട് തിരിച്ചു വരും. കണ്ടോ. അപ്പോൾ ഈ നെറ്റിനെ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഈ നെറ്റ് വീണ്ടും ഓപ്പൺ ആവും. അപ്പോൾ ഈ നെറ്റിന് കുറച്ചും കൂടെ ഇനിയും ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 2-3 പ്രാവശ്യം സെയിം പ്രോസസ്സ് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് വലിച്ച് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ആ നെറ്റിൻ്റെ ആ ബണ്ണിനെ നെറ്റിലോട്ട് എടുക്കണം. നന്നായി വലിച്ചൊന്ന് കൊടുത്തു. നെറ്റ് ആ നീളത്തിൽ നിൽക്കുന്ന നെറ്റിൻ്റെ ഉള്ളിലോട്ട് കൈ ഇട്ടതിന് ശേഷം ആ ബണ്ണിനെ നമ്മൾ പിടിച്ചിട്ട് നെറ്റിനെ നമ്മൾ തിരിച്ച് ഇപ്പുറത്തെ സൈഡിലോട്ട് എടുത്തു. കണ്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ നെറ്റിനെ നമ്മൾ ഉള്ളിലത്തെ ആ ഹോളിലൂടെ തിരിച്ചാണ് അപ്പുറത്തെ സൈഡിലോട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ നെറ്റ് തീരുന്നവരെ. നമുക്ക് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെറ്റിന് എത്രത്തോളം നീളമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് 2-3-4 പ്രാവശ്യം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വീണ്ടും ഇതുപോലെ തന്നെ ചെയ്തെടുത്തു. ഓക്കെ. എന്നിട്ട് ഇത് ലാസ്റ്റ് വരെ നമ്മൾ ചെയ്തെടുക്കണം, നെറ്റ് തീരുന്നവരെ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് ഭയങ്കര വലുതാണെങ്കിൽ നിങ്ങൾക്ക് 1-2 പ്രാവശ്യം കൊണ്ട് ഇതിനെ നിർത്താം കേട്ടോ. ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. ഓക്കെ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഇതിനെ അങ്ങ് തിരിച്ചെടുത്തപ്പോൾ നെറ്റ് തീർന്നു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെറ്റിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടിപ്പിടിച്ചതിന് ശേഷം നമുക്കിനി ഇതിൻ്റെ ഉള്ളിലോട്ട് ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുത്താലും മതി. ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഊരിപ്പോരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഊരിപ്പോരാതിരിക്കാൻ നമുക്കൊരു സൂത്രം കൂടെ ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ ഇതെടുക്കാം. എന്നിട്ട് ഒരു സൂചി നൂലെടുത്തിട്ട് അതിലാ നിൽക്കുന്ന നെറ്റിനെ കൂട്ടിപ്പിടിച്ച് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം. ഓക്കെ. അപ്പോൾ നെറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് തുന്നാൻ പറ്റില്ല, കെട്ടിയേ കൊടുക്കാൻ പറ്റുള്ളൂ. കെട്ടി നന്നായിട്ട് ഫിക്സ് ചെയ്ത് നന്നായിട്ട് 1-2 പ്രാവശ്യം കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ സൂചീനെ അപ്പുറത്തെ സൈഡിലോട്ട് കുത്തിയെടുക്കാം. ഈ ഹോളിലൂടെ എടുത്ത് അപ്പുറത്തെ സൈഡിലോട്ട് ഇതുപോലെ അങ്ങ് വലിക്കാം. അപ്പോൾ വലിച്ച് നമ്മൾ നന്നായിട്ട് വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ആ കെട്ടിക്കൊടുത്ത ഭാഗം ഉള്ളിലോട്ട് പോകും. കണ്ടോ. അതൊന്ന് ഉള്ളിലോട്ട് അമർത്തി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വലിക്കാം. അപ്പോൾ അതിനൊന്ന് ഫിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ്, ആ കെട്ട് പുറത്തോട്ട് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മളുടെ ഈ സൂചി നമ്മൾ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും വെറുതെ ഒന്നിങ്ങനെ കുത്തി കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കുക. അത് നമുക്ക് ഇതുപോലെ ഒരു പ്രാവശ്യം വലിച്ചു കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ അപ്പുറത്തോട്ട് വീണ്ടും ഒന്ന് കുത്തി ജസ്റ്റ് വലിച്ചു കൊടുക്കുക. അങ്ങനെ 1-2 പ്രാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കുത്തി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ സൂചീനെ നന്നായിട്ട് വലിക്കാം.
നന്നായിട്ട് വലിച്ച് കൊടുക്കുക കേട്ടോ. അത് ലാസ്റ്റ് കുഴപ്പമില്ല, കണ്ടാൽ നമുക്ക് വലിച്ചു കഴിയുമ്പോൾ അത് പൊട്ടിപ്പോയിക്കോളും. ഇനി നമ്മൾ നന്നായിട്ട് വലിച്ചു പിടിച്ച് ഈ സൂചി അങ്ങ് പൊട്ടിച്ചെടുക്കുക. നമുക്കിത് പൊട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സൂചി എത്രത്തോളം മാക്സിമം ആ നൂല് വലിക്കാൻ പറ്റുമോ വലിച്ചു പിടിച്ചതിന് ശേഷം സിസേഴ്സ് വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ കെട്ടിയ ഭാഗം കണ്ടോ ഉള്ളിലോട്ട് ഇങ്ങനെ പോയി ഫിക്സ് ആയിട്ടിരിക്കും, അത് ഒരിക്കലും തട്ടുമൊന്നുമില്ല. കണ്ടോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് കെട്ടി കൊടുക്കുന്നത്. പിന്നെ ഇനി നമുക്കത് ഊരിപ്പോരുന്ന പ്രശ്നവും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കളയുന്ന ഇതുപോലത്തെ സാധനമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നെറ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ നെറ്റ് ബാഗ് തന്നെ വേണമെന്നില്ല, സാധാരണ നെറ്റ് വെച്ചിട്ടും ചെയ്യാം. ഇത് നമുക്ക് യൂസ് ചെയ്ത് നമ്മുടെ പാത്രമൊക്കെ യൂസ് ചെയ്യാനുള്ള സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വെറുതെ കളയുന്ന സാധനമാണ്. ഇതേപോലത്തെ നെറ്റ് തന്നെയാണ് നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന സ്ക്രബിനും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് പാത്രം കഴുകാനുള്ള ഈ ഒരു സ്ക്രബ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.